കോൺഫെഡറേഷൻ ഓഫ് കേരള സഹോദയ കോംപ്ലക്സസ് അവതരിപ്പിക്കുന്ന ഒഡീസിയ സ്മാർട്ട് ബ്രെയിൻ സീസൺ 2 കോർഡിനേറ്റഡ് ബൈ റേസ് സൊല്യൂഷൻസിലേക്ക് സ്വാഗതം. കേരളത്തിലെ മികച്ച അധ്യാപകർ അവരുടെ അറിവ്, കഴിവ്, ഇന്റലിജൻസ്, അനലിറ്റിക്കൽ എബിലിറ്റി എല്ലാം മാറ്റുരയ്ക്കുന്ന ഒരു മെഗാ ക്വിസ് വേദിയാണിത്. All the teams, shall we start your introduction with your team, please? We are from Bethsaida Public School, Vengola. I am Soumya Matthew. And myself Shari. And I am Radha. Team B. We are from Christov Mahilalayam Public School, Aluva. I am Prasida. My companions are Jida Mary Taliyar and Mirasil. Team C. Good evening. This is Miss Teresa, Miss Soumya and myself Joel, and we are representing Devamada CMI Public School, Thrissur. Joel, being very gentlemanly, started always with the women. Congrats, sir. Team D. We are from IES Public School, Chichilpilli, and myself Rendir K. Karingatil, and this is Mrs. Habina, and this is Mrs. Deepa. All the best to all the teams. Ella teams inum. All the best. The questions will be sharp, will be tricky, will be slippery. Fine. Let us go to the first round. The first round is Deja Vu. And the first question goes to Team A. വളരെ രസകരമായ ഒരു ചോദ്യമാണ്. എ വെഡിങ് ഇൻ ഡിസംബർ എന്ന അനിത ഷ്രാവെ എഴുതിയ പുസ്തകത്തെ അടിസ്ഥാനമാക്കി ഇറങ്ങിയ ഒരു സിനിമയാണിത്. ഈ പുസ്തകം 2005 തമിഴ് ഈ സിനിമ റീമേക്ക് ചെയ്തത് നിനത്താലേ ഇനിക്കും എന്ന പേരിലാണ്. ഈ സിനിമ ഒരുപാട് രസകരമായ, ഒരുപക്ഷെ ചിലരെങ്കിലും പറയുന്നത് പോലെ മദ്യപാനികളുടെ അടക്കം കൂട്ടായ്മകളെ ഉണ്ടാക്കിയെന്ന് തമാശയ്ക്ക് ആൾക്കാർ പറയാറുണ്ട്. വളരെ പ്രസിദ്ധമായ ഈ സിനിമയുടെ പേരെന്താണ്? ക്ലൂ. മാഡം, നമ്മളെല്ലാം കണ്ട സിനിമയാണ്. നമ്മൾ അതിന്റെ പാട്ടുകളൊക്കെ പാടി എല്ലാവരും കണ്ടു. മാഡത്തിന് അത്ഭുതം, മാഡം കണ്ട സിനിമയാണ് ഞാൻ എങ്ങനെ അറിയാം? അല്ലാതെ നമ്മൾ എല്ലാവരും കണ്ട കൂട്ടത്തിൽ മാഡവും ഞാനും ഒക്കെ കണ്ടിട്ടുണ്ട് എന്നർത്ഥത്തിലാണ് പറഞ്ഞത്. അകലെ അല്ല, വളരെ അരികെ ഉള്ളൊരു സിനിമയാണ്. ടീം ബി, ആൻഡ് യുവർ ആൻസർ ഈസ് Premam. 5 4 3 2 1 and your time is out. Premam alla. Team C. Pavada? Pavada. Well tried, Pavada. Okay, Team D. Honeybee. നിങ്ങൾ പഠിച്ച കോളേജുകളിൽ സ്കൂളിൽ പോകുമ്പോൾ ഏതെങ്കിലും ഓഡിയൻസ്, എനിബഡി വുഡ് ലൈക്ക് ടു ട്രൈ? സ്പിരിറ്റ്. വെൽ ട്രൈഡ് സർ. സ്പിരിറ്റ് ആണ്. അദ്ദേഹം കോളേജിലേക്ക് പോകുമ്പോൾ സ്പിരിറ്റ് ആണ് ഓർക്കുന്നത്. നോ ഒഫൻസ്. നമ്മളെല്ലാം നമ്മുടെ കോളേജിലേക്ക് പോകുമ്പോൾ നമ്മൾ ഓർക്കുന്നത് ആരെയാണ്? നമ്മൾ ജീവിതത്തിൽ ഏറ്റവും മനോഹരമായ സമയങ്ങളാണ് സ്കൂളും കോളേജും. തിരിച്ചു പോകുന്ന സ്കൂളിലേക്ക്, നമ്മുടെ കലാലയങ്ങളിലേക്ക് പോകുമ്പോൾ നമ്മുടെ പഴയ ബന്ധങ്ങളെ, സൗഹൃദത്തെ, പ്രണയത്തെ, ഇഷ്ടത്തെ, ദേഷ്യത്തെ പഠിപ്പിച്ച ടീച്ചർമാരെയൊക്കെ ആഘോഷിച്ച മലയാള സിനിമാ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഹിറ്റുകളിലൊന്നായ ലാൽ ജോസിന്റെ വ്യക്തിപരമായ മികവിൽ പിറന്ന പൃഥ്വിരാജും നരേനും ഒക്കെ അടക്കം അഭിനയിച്ച ക്ലാസ്മേറ്റ്സ് ആണ് ആ സിനിമ. ദാറ്റ് മൂവി ഈസ് ക്ലാസ്മേറ്റ്സ്. നിങ്ങൾക്ക് ആരെങ്കിലും അതിലെ ഏതെങ്കിലും ഒരു പാട്ട് ആരെങ്കിലും ഇതിൽ പാടുന്നവരുണ്ടോ? ലാസ്റ്റ് ടൈം റിമെമ്പർ ഏതെങ്കിലും രണ്ട് ആ കാറ്റാടി തണലെന്ന പാട്ട്, 2 ലൈൻസ്. കാറ്റാടി തണലും തണലത്തറ മതിലും മതിലില്ല മനസ്സുകളുടെ പ്രണയക്കുളിരും മാറ്റുള്ളൊരു പെണ്ണും മറയത്തൊളി കണ്ണും മതിലില്ല മനസ്സുകളുടെ പ്രണയ. വെരി നൈസ്. വെൽ സാങ് മാം, വെൽ സാങ്. ലോകത്തിൽ എല്ലാവർക്കും നൊസ്റ്റാൾജിയ ഏതെങ്കിലും ഒരു കാര്യത്തിനോടുണ്ടെങ്കിൽ അത് നമ്മൾ പഠിച്ച കലാലയങ്ങളോടാണ്. സ്കൂളുകളോടാകട്ടെ, കോളേജുകളോടാകട്ടെ, നമ്മൾ എഴുതി വെച്ച ചില പേരുകളോടാകട്ടെ, നമ്മളുടെ ഓർമ്മയിൽ എന്നും മധുരമായി നിൽക്കുന്ന ക്ലാസ്മേറ്റ്സിനെ ഓർത്തുകൊണ്ട് തുടങ്ങാൻ കഴിഞ്ഞു. മാരത്തൺ നല്ല പാട്ടും. ടീം ബി, ദ ക്വസ്റ്റ്യൻ ഫോർ ടീം ബി ഓൺ ദി സ്ക്രീൻ. ഈ ഗൂഗിൾ ഡൂഡിൽ ഐഡന്റിഫൈ ചെയ്യുക. ഏതോ ഒരു ദിവസത്തെ ഒരു ഗൂഗിൾ ഡൂഡിലാണ് ഇത്. ഐഡന്റിഫൈ ചെയ്യുക. ഇന്ന് പലരും ലോകത്ത് ബിഫോർ ഗൂഗിൾ ആൻഡ് ആഫ്റ്റർ ഗൂഗിൾ എന്ന് പറയാറുണ്ട്. ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ പഠിപ്പിക്കുന്ന കാര്യങ്ങളിലൊന്ന് ഗൂഗിളാണ്. ഗൂഗിൾ മനുഷ്യരാശിയുടെ ചരിത്രത്തിലെ ഒരു പ്രധാനപ്പെട്ട മാറ്റമാണ്. ഗൂഗിൾ ഓരോ ദിവസങ്ങളുടെയും പ്രാധാന്യം തിരിച്ചറിഞ്ഞുകൊണ്ട് അവരുടെ ഡൂഡിൽ അവരുടെ രൂപങ്ങൾ മാറ്റാറുണ്ട്. ഇത് എന്തിനെ സൂചിപ്പിക്കുന്നതായിരിക്കാം? യു ഹാവ് 5 seconds. 5. നമ്മളെല്ലാം സൂചിപ്പിക്കുന്നത്. 5 4 3 2 ടീച്ചേഴ്സ് ഡേ. 1. ഇതിനുള്ളിൽ തന്നെ ഒരു ക്ലൂ ഉണ്ട്. ഏത് വർഷത്തെ ഡൂഡിലാണെന്ന് പറയാമോ?
2015, അതെങ്ങനെ കണ്ടുപിടിച്ചു? 2 in 15. That was a brilliant answer. 2015 ടീച്ചേഴ്സ് ഡേ സൂചിപ്പിക്കുന്ന വളരെ മനോഹരമായ ഒരു ഗൂഗിൾ ഡൂഡിലാണത്. That was a very brilliant answer. Teachers were very excited to find that answer. We are very happy that you could score that. Team C, very tricky analytical questions. പലപ്പോഴും ക്ലൂകളിൽ തന്നെ ഉത്തരമുണ്ട്. അത് ഡെസിഫർ ചെയ്യാനുള്ള നമ്മളുടെ എബിലിറ്റി, ലിസണിങ് എബിലിറ്റി, അനലിറ്റിക്കൽ ഇൻ്റലിജൻസ് ആണ് ഇതിൽ ഏറ്റവും പ്രധാനം. അതുകൊണ്ടാണ് നമ്മളെല്ലാം സംബന്ധിക്കുന്നതാണ്, ഒരു അധ്യാപകനായ എന്നെയും കൂടെ, അല്ലെങ്കിൽ ഈ അധ്യാപകരെ എല്ലാം സംബന്ധിക്കുന്നതാണ് എന്ന് സൂചിപ്പിച്ചത്. ടീം സി, ദ ക്വസ്റ്റ്യൻ ഫോർ ടീം സി ഓൺ ദ സ്ക്രീൻ പ്ലീസ്. What inspired the design of Kochi Metro train cab? ഇത് കൊച്ചി മെട്രോയുടെ ട്രെയിൻ ക്യാബിന്റെ മനോഹരമായ ചിത്രങ്ങളാണ്. ഇതിന്റെ ഡിസൈൻ, ഈ കേരളീയ പൈതൃകം ഉൾക്കൊള്ളുന്ന ഈ അത്യാധുനിക വാഹനത്തിന്റെ ഡിസൈൻ എന്തിൽ നിന്നാണ് ഇൻസ്പയർഡ് ആയിരിക്കുന്നത്? കേരളീയ പൈതൃകമാണ്, കേരളത്തിന്റെ സംസ്കാരമാണ്, നമുക്കെല്ലാം പരിചയമുള്ള എന്തിന്റെയോ ഡിസൈനാണ്. എന്താണ് കൊച്ചി മെട്രോ ട്രെയിൻ ക്യാബിന്റെ ഡിസൈൻ? എന്താണ് ഇത്? ഈ ഡിസൈൻ എന്തിനെ ആയിരിക്കണം ഒരു പക്ഷേ ഇൻസ്പയർഡ് ആകുന്നത്? യു ഹാവ് 5 seconds. 5 seconds for 10 points. 5. Elephant and the houseboat. Once more, please. Elephant and the houseboat. Okay, Team C, can you be more clear? We will give you the marks. More clear. ഈ ഡിസൈൻസ് ഒക്കെ കണ്ടിട്ട് എന്ത് തോന്നുന്നു? That looks like the tusk of the elephant. Brilliant answer. നെറ്റിപ്പട്ടം കെട്ടിയ ഗജവീരൻ. കേരളത്തിലെ ഉത്സവങ്ങൾക്ക്, അമ്പലങ്ങൾക്ക്, പെരുന്നാളുകൾക്ക്, പള്ളികൾക്ക്, ഉറൂസുകൾക്കൊക്കെ നമ്മളുടെ ഗജവീരനായ ആന, മലയാളി ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആ ആനയുടെ ലോഗോ, ആനയുടെ സിംബലാണ് നമ്മുടെ കൊച്ചി മെട്രോ ക്യാബിന്റെ രൂപത്തിൽ വന്നത്. That was a very great guess. Beautiful answer by Team C. Team C gets 10 points. Now we move on to Team D. Team D, ready? Team D, you will have 5 seconds to answer. You have 10 points to grab and your question on the screen. മൗലാന ഹസ്രത് മൊഹാനി 1875 ജനിച്ച് 1951 മരിച്ച ഇന്ത്യ കണ്ട ഏറ്റവും വലിയ സ്വാതന്ത്ര്യ സമര പോരാളികളിൽ ഒരാളായിരുന്നു. ഉറുദുവിലെ മികച്ച പണ്ഡിതനായിരുന്നു, കവിയായിരുന്നു. അദ്ദേഹം 1921 കോയിൻ ചെയ്ത ഒരു പ്രത്യേക വാചകം നമ്മളുടെ നാട്ടിൽ എല്ലാവരും ഏറ്റുചൊല്ലുന്ന, ആദരിക്കുന്ന ഒരു വാചകമായി മാറി. എന്താണ് ആ പ്രത്യേക വാചകം? അബിദ് ഹസൻ സഫ്രാനിയാണ് ജയ് ഹിന്ദ് കോയിൻ ചെയ്തത്. സുഭാഷ് ചന്ദ്രബോസിന്റെ സേനാനിയായിരുന്ന അബിദ് ഹസൻ സഫ്രാനി 1921 മൗലാന ഹസ്രത് മൊഹാനി, ഇസ്ലാമിക പണ്ഡിതനായ, ഭാരതത്തെ വളരെയധികം സ്നേഹിച്ച ഹസ്രത് മൊഹാനി കോയിൻ ചെയ്ത ഉറുദുവിലെ ആ പ്രത്യേക വാചകം യുവാക്കളുടെ പ്രസ്ഥാനങ്ങളുടെ ഒക്കെ ആത്മസ്പന്ദനമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. എന്താണ് ആ മഹത്തരമായ വാക്യം? യു ഹാവ് 5, 4, 3, 2, Khilafat. 1. Time up. ഖിലാഫത്ത് മുന്നോട്ട് കൊണ്ടുവന്നത് ഗാന്ധിജിയും അലി സഹോദരങ്ങളും ഒക്കെയാണ്. തുർക്കിയിലെ സുൽത്താനോട് അനീതി ചെയ്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെ പോരാടാൻ ഇന്ത്യയുടെ ജനതയടക്കം ആഹ്വാനം ചെയ്ത മഹാത്മാഗാന്ധിയെയും ഖിലാഫത്ത് പ്രസ്ഥാനയും സ്മരിച്ചതിന് നന്ദി. ടീമേ, നമ്മളെല്ലാം ഇടയ്ക്കിടയ്ക്ക് യൂസ് ചെയ്യുന്നതാണ്. ടീച്ചർമാരത് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ കുഴപ്പമില്ല എന്ന് പറയും, പക്ഷെ കുട്ടികൾ യൂസ് ചെയ്താൽ നമ്മൾ പലപ്പോഴും ഒരു കുറ്റം പറയും. അതാണ് ഈ പ്രത്യേക വാചകത്തിന്റെ പ്രത്യേകത. പ്ലീസ് പാസ്. Is it Vande Mataram, sir? വന്ദേ മാതരം വാസ് ബൈ ബങ്കിം ചന്ദ്ര ചാറ്റർജി. ആനന്ദ മഠത്തിലാണ് ബങ്കിം ചന്ദ്ര ചാറ്റർജി മനോഹരമായ വന്ദേ മാതരം. മുഹമ്മദ് ഇക്ബാലാണ് സാരേ ജഹാം സെ അച്ഛാ. ഗുരുദേവ് രവീന്ദ്രനാഥ് ടാഗോർ ആണ് ജനഗണമന. ഈ വാക്യം ഏതാണ്? Inqilab Zindabad. Joel sir, right answer. Inqilab Zindabad. Long live the revolution. വിപ്ലവം നീണാൽ വാഴട്ടെ എന്ന വാക്യം. Joel sir and Team C scores 5 points. Congratulations. ഭാരതത്തിന്റെ വിപ്ലവ പ്രസ്ഥാനങ്ങളെല്ലാം വളരെയധികം ഉപയോഗിക്കുന്ന മനോഹരമായ ഒരു പദം, മാറ്റത്തിന് വേണ്ടി കൊതിക്കുന്ന മനുഷ്യന്റെ പദങ്ങളിൽ ഒന്നാണത്. ഫസ്റ്റ് റൗണ്ട് ദേജാവു കംപ്ലീറ്റ് ആകുകയാണ്. The marks. Team A, Bethsaida Public School is yet to open the account. That's okay. കഴിഞ്ഞ റൗണ്ടിൽ അങ്ങനെ ആദ്യ റൗണ്ടിൽ ഓപ്പൺ ചെയ്യാത്തൊരു ടീമാണ് അവസാന റൗണ്ടിൽ ജയിച്ചത്. You still have a chance. Team B, ക്രൈസ്തവ മഹിളാലയം പബ്ലിക് സ്കൂൾ ആലുവ 10 points. Team C, ദേവമാത CMI സ്കൂൾ 15 points. IES Chittilapalli, Team D, yet to open your account. Absolutely okay. അടുത്ത റൗണ്ട് കുറെ കൂടെ ട്രിക്കി ആണ്, കുറെ കൂടെ രസകരമാണ്. While you plan for the next round, can we have a quick break and come back?
കോൺഫെഡറേഷൻ ഓഫ് കേരള സഹോദയ കോംപ്ലക്സസ് അവതരിപ്പിക്കുന്ന ഒഡീസിയ സ്മാർട്ട് ബ്രെയിൻ സീസൺ 2 കോർഡിനേറ്റഡ് ബൈ റേസ് സൊല്യൂഷൻ രണ്ടാം റൗണ്ടായ വളരെ രസകരമായ ദി ക്ലൂ ആൻഡ് കണക്ട് റൗണ്ട്, ദി സ്പൈഡർ വെബ് റൗണ്ട്. ഏറ്റവും രസകരമായ മറ്റു ക്യൂസുകളിൽ പലപ്പോഴും കാണാത്ത ഒരു റൗണ്ടാണിത്. സാധാരണ ക്യൂസുകളിൽ ഇൻഫർമേഷൻ ആണ്, മെമ്മറിയാണ്, നോളജ് ആണ് ടെസ്റ്റ് ചെയ്യുന്നത്. ഇവിടെ നിങ്ങളുടെ ഇൻ്റലിജൻസ് ആണ്. 4 ചിത്രങ്ങളുടെ കണക്ഷൻ എത്രമാത്രം നിങ്ങൾക്ക് മനസ്സിലാകുന്നു, ക്ലൂകളിൽ നിന്ന് നിങ്ങൾ എത്രമാത്രം ആൾക്കാരെ ഡെസിഫർ ആൻഡ് ഡീകോഡ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഇത് ഒരു ബസർ റൗണ്ടാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ബസർ ആദ്യം തന്നെ പ്രസ് ചെയ്യാം, പക്ഷേ -5 ആൻഡ് യു വിൽ ലൂസ് ദ ചാൻസ് ടു. So I hope you will be careful in going for the buzzer. പക്ഷേ ശരി ഉത്തരം 15 പോയിന്റ്സ് ആണ് നിങ്ങൾക്ക് നേടിത്തരിക. അതുകൊണ്ട് you should be very cautious. At the same moment you should be very fast too. Please let us have your hands on the buzzer. Please have your hands on the buzzer. Ready? Can we have the first question on screen? ആദ്യത്തെ ക്ലൂ, ലോക ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സഞ്ചാരികളിൽ ഒരാളാണ് ഇദ്ദേഹം. He started his journey. അദ്ദേഹത്തിന് 20 വയസ്സ് പ്രായം പോലും ഇല്ലാത്തപ്പോഴാണ് വിശുദ്ധ മക്കയിലേക്ക് പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലത്തിന്റെ പാതകളിൽ അദ്ദേഹം ആദ്യമായി സഞ്ചരിച്ചത്. അങ്ങനെ ഒരുപാട് സഞ്ചരിച്ചിട്ടുള്ള ലോക ചരിത്രത്തിൽ യാത്രയ്ക്ക് പേര് കേട്ട ആ മഹാനായ യാത്രികന്റെ, സഞ്ചാരിയുടെ, ട്രാവലറുടെ പേരാണ് നമ്മൾ അന്വേഷിക്കുന്നത്. ടീം എ ആൻഡ് ഹിസ് നെയിം ഈസ് എസ്.കെ. പൊറ്റക്കാട്. എസ്.കെ. പൊറ്റക്കാട്. ടീം എ will have -5. Shall we move on to the next clue please? അടുത്ത ക്ലൂ, 29 വർഷമാണ് അദ്ദേഹം യാത്ര ചെയ്തത്. 1,20,000 കിലോമീറ്റർ. ഇസ്ലാമിക സൂഫി സമൂഹങ്ങളിലൂടെ അദ്ദേഹത്തിന്റെ യാത്ര ലോക പ്രസിദ്ധമാണ്. അദ്ദേഹത്തിന്റെ പുസ്തകമായ റിഹ്ല is an important document that sheds light on social and cultural life in Islamic world. ഇസ്ലാമിക ജീവിതത്തിന്റെ ചരിത്രത്തിലേക്ക്, പാണ്ഡിത്യത്തിലേക്ക് ഒരുപാട് വെളിച്ചം വീശുന്ന, പഴയ ഒട്ടോമാൻ എംപയറിന്റെ അടക്കം പ്രാചീന തുർക്കി മുതൽ ഇങ്ങ് ഭാരതം വരെ നീണ്ടുകിടക്കുന്ന ഒരുപാട് രാജ്യങ്ങളിൽ സഞ്ചരിച്ച, ഇന്തോനേഷ്യ അടക്കമുള്ള രാജ്യങ്ങളിൽ പിന്നീട് അദ്ദേഹത്തിന്റെ അന്വേഷണത്തുര ചെന്നെത്തിയിട്ടുണ്ട്. ഈ വ്യക്തിയുടെ പേരെന്താണ്? ഇദ്ദേഹത്തിന്റെ പേര് നമുക്കെല്ലാം സുപരിചിതനാണ്. ഇദ്ദേഹത്തിന്റെ പേര് അറിയാത്ത ആൾക്കാർ കുറവാണ്. 5, 4, 3, 2, 1 and nobody would like to try. Clue 3. 1334 മുഹമ്മദ് ബിൻ തുഗ്ലക് ഇന്ത്യ ഭരിക്കുമ്പോൾ അദ്ദേഹം ഇന്ത്യയിൽ എത്തുകയും 8 വർഷത്തോളം അദ്ദേഹം ഈ നാട്ടിൽ ജീവിക്കുകയും ന്യായാധിപനും മറ്റുമായി അദ്ദേഹം പ്രവർത്തിക്കുകയും ചെയ്തു. 5, 4, 3, 2. The last chance for try and no team is trying. It was the great traveler ഇബിൻ ബത്തൂത്ത എന്ന മഹാനായ യാത്രികനെയായിരുന്നു നമ്മൾ അന്വേഷിക്കുന്നത്. ഇബിൻ ബത്തൂത്ത എന്ന ലോകപ്രസിദ്ധനായ കാര്യങ്ങൾ രേഖപ്പെടുത്തി വെച്ച ആ സഞ്ചാരി. ഇന്നും മധ്യകാലഘട്ടത്തെക്കുറിച്ചുള്ള നമ്മുടെ പല ധാരണകളും നമുക്ക് ലഭിക്കുന്നത് ഇബിൻ ബത്തൂത്തയിൽ നിന്നാണ്. Shall we move to the next question? എല്ലാവർക്കും അറിയാവുന്നൊരു ഉത്തരമായിരുന്നു അല്ലേ ഇബിൻ ബത്തൂത്ത. ഇബിൻ ബത്തൂത്തയെ കേൾക്കാത്ത ആൾക്കാർ വളരെ കുറവാണ്. The next question on the screen please. 1985 ബിക്കാനീർ, രാജസ്ഥാൻ, ഒരു IPS ഓഫീസർ, എ ഗ്രേറ്റ് IPS ഓഫീസർ. Who would like to try? ടീം ബി would like to try. ടീം ബിക്ക് തെറ്റുകയാണെങ്കിൽ അവരുടെ ചാൻസ് നഷ്ടപ്പെടുന്നു. അവർക്ക് കിട്ടിയ പോയിന്റ്സിൽ നിന്ന് -5 ആകുന്നു. കിട്ടിയാൽ 15 പോയിന്റ്സ്. All the best ടീം ബി. Is it Rishiraj Singh? -5 കൊടുക്കാൻ എനിക്ക് ആഗ്രഹമുണ്ടെങ്കിലും +15. ബ്രില്യന്റ് ആൻസർ. +15. ബ്രില്യന്റ് ആൻസർ. ഋഷിരാജ് സിംഗ്. ഋഷിരാജ് സിംഗ് നമ്മുടെ എക്സൈസ് കമ്മീഷണറായ കേരളം പഞ്ചാബിന്റെ അവസ്ഥയിലേക്ക്, മദ്യപാനത്തിലും മയക്കുമരുന്നിലും പഞ്ചാബിനേക്കാൾ മോശമായ അവസ്ഥയിലേക്ക് പോകുന്നു എന്ന് നിലവിളിക്കുന്ന നമ്മളോട് ശ്രദ്ധിക്കണം, അച്ഛനമ്മമാരോട്, പ്രത്യേകിച്ച് സ്കൂൾ കോളേജ് വിദ്യാർത്ഥികളുടെ അച്ഛനമ്മമാരോട് ശ്രദ്ധിക്കണം എന്ന് കേരളത്തോട് സ്നേഹത്തോടു കൂടി പറയുന്ന, ഒരുപാട് ആത്മാർത്ഥതയുള്ള, അദ്ദേഹത്തിൻ്റെ വാളയാർ ചെക്ക് പോസ്റ്റിൽ അദ്ദേഹം ഡ്രസ്സ് മാറി, അദ്ദേഹം കൈലിയും ഷർട്ടും ഉടുത്തുകൊണ്ട് അവിടെ പോയ റെയ്ഡുകളൊക്കെ വളരെ പ്രസിദ്ധമാണ്. സിനിമകളെ വെല്ലുന്ന ഇത്തരം ലെജൻഡുകളാണ് പലപ്പോഴും സിനിമയ്ക്ക് കാരണമാകാറുള്ളത്. ഋഷിരാജ് സിംഗ് IPSനെ വളരെ കറക്റ്റായി സ്പോട്ട് ചെയ്ത ടീം ബിക്ക് 15 പോയിന്റ്സ്. കൺഗ്രാറ്റുലേഷൻ. നെക്സ്റ്റ് we move on to question number 3.
The design for the building was inspired from an 8th century temple named Chausat Yogini Temple, Mithavali, Madhya Pradesh. ഈ ബിൽഡിംഗ് ഇൻസ്പയർഡ് ആയിരിക്കുന്നത് ഒരു ക്ഷേത്രത്തിൽ നിന്നാണ്. മധ്യപ്രദേശിലെ അതിപ്രാചീനമായ ഒരു ക്ഷേത്രം, നൂറ്റാണ്ടുകൾ മനുഷ്യനില്ലാതെ ശ്രദ്ധിക്കപ്പെടാതെ കിടന്ന ഒരു ക്ഷേത്രം. നൂറ്റാണ്ടുകൾക്ക് ശേഷം ആൾക്കാർ അത് കണ്ടെത്തിയപ്പോൾ ഇത്രയും വലിയ ഒരു മന്ദിരം, ഇത്രയും വലിയൊരു ക്ഷേത്രം എങ്ങനെയാണ് ആൾക്കാർ ഇത്രയും കാലം കാണാതെ കിടക്കുന്നത് എന്ന് അത്ഭുതപ്പെടുകയുണ്ടായി. ഈ അമ്പലത്തിൻ്റെ, ഈ ക്ഷേത്രത്തിൻ്റെ, ഈ ദേവാലയത്തിൻ്റെ ഡിസൈനിൽ നിന്നാണ് ഇന്ന് കാണുന്ന ഒരു പ്രമുഖ ബിൽഡിങ്ങിന് ഡിസൈൻ ഉണ്ടായിരിക്കുന്നത്. 5, 4, 3, 2, 1 and clue 2. 1927 18 ജനുവരി അന്നത്തെ ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ ഇർവിൻ ആണ് ഇതിന്റെ ഉദ്ഘാടനം അല്ലെങ്കിൽ ഇതിന്റെ ഓപ്പണിംഗ് സെറിമണി അദ്ദേഹത്തിന്റെ സമക്ഷമാണ് നിർവഹിക്കപ്പെട്ടത്. 6 വർഷം എടുത്തു ഈ ശ്രീകോവിൽ പണിയാൻ. 6 വർഷം എടുത്തു ക്ഷേത്രത്തിന്റെ മാതൃകയുള്ള ഈ പ്രത്യേക കെട്ടിടം പണിയാൻ. ടീം നമ്പർ ബി ആണ് ട്രൈ ചെയ്തിരിക്കുന്നത്. -5 അല്ലെങ്കിൽ +10. -5 അല്ലെങ്കിൽ +10. Parliament. നെക്സ്റ്റ് ക്ലൂ പ്ലീസ്. എഡ്വിൻ ലുട്ടിയനും ഹെർബർട്ട് ബേക്കറും ഡിസൈൻ ചെയ്ത ലുട്ടിയൻസ് ഡൽഹി എന്ന് ഇന്ന് പല മാധ്യമങ്ങളും തമാശയ്ക്കോ അല്ലെങ്കിൽ വിമർശിച്ചോ വിളിക്കുന്ന പാർലമെന്റ് ബിൽഡിംഗ് ഇസ് ദ റൈറ്റ് ആൻസർ. പാർലമെന്റ് ബിൽഡിംഗ് ഇസ് ദ റൈറ്റ് ആൻസർ. ഇന്ന് ഡൽഹി ഡിസൈൻ ചെയ്ത ലുട്ടിയന്റെ നാമത്തിൽ അല്ലെങ്കിൽ ലുട്ടിയൻ അടക്കം ഡിസൈൻ ചെയ്ത ആ ക്ഷേത്രത്തിന്റെ മാതൃകയിലുള്ള ഇന്നത്തെ ഇന്ത്യൻ പാർലമെന്റ് ബിൽഡിംഗ് ആണ് നമ്മൾ അന്വേഷിക്കുന്നത്. +10 to Team B. Team B, great going by Team B. Fortune favors the brave. Shall we have the next question on screen? ബൗദ്ധധർമ്മത്തിൽ ദ ലൈറ്റ് ഓഫ് ഏഷ്യ, ഏഷ്യയുടെ പ്രകാശം എന്ന് വിളിക്കപ്പെടുന്ന, ഇന്ന് ഇന്ത്യയിലും ചൈനയിലും ഹോങ്കോങ്ങിലും ജപ്പാനിലും അടക്കം വ്യാപിച്ചു കിടക്കുന്ന മഹാനായ സിദ്ധാർത്ഥ ഗൗതമ ബുദ്ധന്റെ ധർമ്മത്തിൽ പ്രഷ്യസ് വൺ, മൂല്യവത്തായ ഒന്ന് എന്ന് പേരുള്ള ഒരു വാക്കാണ് നമ്മൾ അന്വേഷിക്കുന്നത്. അഞ്ച് സെക്കൻഡ് കൂടെ ഉള്ളൂ. 5, 4. Clue number 2. It is the word that refer to teachers who are noble, elderly or even people who are reincarnated. ഭാരതധർമ്മത്തിൽ പ്രത്യേകിച്ച് ഏഷ്യൻ രാജ്യങ്ങളിൽ ഏറ്റവും കൂടുതലുള്ള സങ്കല്പങ്ങളിൽ ഒന്നാണ് പുനർജന്മം എന്നുള്ളത്. ഒരു പ്രധാനപ്പെട്ട ക്ലൂ, എല്ലാ മലയാളികൾക്കും അറിയാവുന്ന ഒരു പേരാണ്. അടുത്ത ക്ലൂവിലേക്ക് നമുക്ക് പോവാം. അടുത്ത ക്ലൂ, ഗോ ഹെഡ് റീഡ്. ഞാൻ വായിക്കുന്നില്ല, ഇറ്റ്സ് അപ് ടു യു. അത് ഞാനായി പറയണ്ട, നിങ്ങൾ വായിച്ച് ഐഡന്റിഫൈ ചെയ്യട്ടെ എന്ന് വിചാരിച്ചതാണ്. ഇറ്റ് ബിക്കേം പോപ്പുലർ ഇൻ കേരള ത്രൂ എ മോഹൻലാൽ സ്റ്റാറർ ബ്ലോക്ക്ബസ്റ്റർ. മോഹൻലാൽ അഭിനയിച്ച് വളരെ പ്രസിദ്ധമാക്കിയ ഒരു സിനിമയിലെ വാചകം ആണ്. ആ വാചകം Rinpoche. Rinpoche, brilliant answer. Rinpoche is the right answer. Rinpoche അവിടുത്തെ ലാമമാരെ സൂചിപ്പിക്കുന്ന, ഗുരുക്കന്മാരെ സൂചിപ്പിക്കുന്ന, പുനർജന്മം എടുത്തവരെയും ഇൻകാർനേഷൻസിനെയും സൂചിപ്പിക്കുന്ന മനോഹരമായ വാക്കാണ് റിംപോച്ചെ. റിംപോച്ചെ എന്ന വാക്കായിരുന്നു നമ്മൾ അന്വേഷിച്ചത്. ടീം ബി സ്കോർസ് 5 points. നമ്മൾ രണ്ടാം റൗണ്ടിന്റെ വളരെ രസകരമായ ട്രിക്കിയായ ഉത്തരങ്ങൾ അടുത്തെത്തിയെങ്കിലും അകലെ പോകുന്നു എന്ന് തോന്നുന്ന രീതിയിലുള്ള റൗണ്ട് ആയിരുന്നു അത്. Can we go for the marks? Team A, Besaida Public School, -5 ആണ്, but you can still bounce back in the last round. Team B, Kraistava Mahilalayam School scores 40 points. Team C, Devamada Public School scores 15 മാർക്ക്, 15 points. Team D, IES Thrissur, yet to open your account, but you have 35 points up for grab in the next round. നിങ്ങൾക്കറിയാവുന്നതുപോലെ ഒന്നാമത്തെ സ്ഥാനത്തെത്തിയ, രണ്ടാമത്തെ സ്ഥാനത്തെത്തിയ ടീമാണ് ഫൈനലിലേക്ക് പോകുന്നത്. കഴിഞ്ഞ ഗെയിംസിലെല്ലാം നമ്മൾ കണ്ടതുപോലെ കഴിഞ്ഞ റൗണ്ടിൽ 4th ആയി നിന്ന വ്യക്തി 2nd ആകുന്ന കാഴ്ചയൊക്കെ നമ്മൾ കാണുന്നതാണ്. ഓൾ ദി ബെസ്റ്റ്. അടുത്തത് റാപ്പിഡ് ഫയർ ആണ്. 30 സെക്കൻഡിലേക്കാണ് നിങ്ങൾക്ക് റാപ്പിഡ് ഫയർ കിട്ടുന്നത്. ആ റാപ്പിഡ് ഫയർ നിങ്ങൾ പോകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഒരു റാപ്പിഡ് ബ്രേക്ക്. Can we go for a rapid break and come back?
നമ്മൾ ഫൈനൽ റൗണ്ടിലേക്ക് എത്തുകയാണ്. റാപ്പിഡ് ഫയർ. ടീച്ചേഴ്സിൻ്റെ, അധ്യാപകരുടെ ഏറ്റവും രസകരമായ ഈ മത്സരത്തിൻ്റെ ഫൈനൽ റൗണ്ടിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ഇടയിൽ നല്ലൊരു കലാകാരനുണ്ട്, രൺധീർ കപൂർ എന്നൊക്കെയാണ് നമ്മൾ കേൾക്കാറുള്ളത്. കേരളത്തിൽ രണധീരനായ ഈ അധ്യാപകൻ്റെ ഒരു 4 വരി കേട്ടതിന് ശേഷം നമുക്ക് ഫൈനൽ റൗണ്ടിലേക്ക് പോവാം. Mixed male and female voice. പൂക്കൾ, പനിനീർ പൂക്കൾ, നീയും കാണുന്നുണ്ടോ? ഈണം, കിളിതൻ ഈണം, നീയും കേൾക്കുന്നുണ്ടോ? വന്നു നാം രണ്ടാളും ഇരുവഴിയേ ഇവിടെ വരെ, പോരേണം ഇനി നാമും ഇനിയൊഴുകാം ഇരുവഴിയേ. പൂക്കൾ, പനിനീർ പൂക്കൾ, നീയും കാണുന്നുണ്ടോ? ഈണം, കിളിതൻ ഈണം, നീയും കേൾക്കുന്നുണ്ടോ? വെരി നൈസ്, വെരി നൈസ്. ആൻഡ് ഐ വാസ് സർപ്രൈസ്ഡ്. ഞാൻ ഈ ക്വസ്റ്റ്യൻസ് നോക്കുകയായിരുന്നു. ഞാനപ്പം സാറും മാഡം കൂടി പാടുക എന്ന് വിചാരിക്കായിരുന്നു. നോക്കിയപ്പോൾ മാഡത്തിന് മൈക്കില്ല. ഇറ്റ് വാസ് ബ്യൂട്ടിഫുള്ളി സാങ്. So which team? Team A, B, C and D. ആരാണ് ആദ്യം? Who is going to take the questions? Who is going to take the hit? Team B. Team B, the courageous. Team B, the leading team. Your 30 second starts now. The World Health Day is observed on April 7th. highest wicket taker in Test cricket. Ravichander Ashwin. Who was the first woman president of Indian National Congress? Sarojini Naidu. Who is the developer of Linux? Richard Stallman and Linus Torvalds. Tripitaka ആരുടെ പുസ്തകങ്ങളാണ്? Jainism. Currency of Egypt. Rand. The famous rock cut temple of Kailasa is situated in. Time's up. നന്നായി പെർഫോം ചെയ്തു പോകുന്ന ടീമാണ്. പക്ഷേ 2 ഉത്തരങ്ങൾ മാത്രമാണ് ശരിയായി ലഭിച്ചിരിക്കുന്നത്. ടീം ബി സ്കോർസ് 10 points. 10 points. Next, who would like to take the opportunity? Team D. Team D ആണ് 2 സ്വരത്തിൽ പാടി അദ്ദേഹത്തിന് എത്രമാത്രം അദ്ദേഹത്തിന്റെ ടീമിന് പെർഫോം ചെയ്യാൻ കഴിയുമെന്ന് നോക്കാം. The first question and your time starts now. Pakistan celebrates its Independence Day on August 14th. the first non-test playing nation that beat India in international cricket. Which airport recently changed its name to be Sri Venkateshwara Airport? Winner of 2016 IAAF Athlete of the Award. Currency of Bolivia. GPS in the full form. Global Processing System. When was Dr. APJ Abdul Kalam's death? ഉത്തരം കൂടെ പറയാനുള്ള ടൈം നിനക്കുണ്ട്. നിങ്ങൾക്ക് December 12th. October 15th. Okay, October 15th was his birthday. 3 right answers. Brilliant. 15 points for Team D. 15 points for Team D. Next, who would like to take the questions? Okay, Team C would like to take. Team C, your questions, your 30 seconds starts now. World Population Day is observed on July 11th. Sabarmati Ashramatinte യഥാർത്ഥ പേര്? Pass. First Lokpal was introduced in Parliament in the year. Pass. 0 over Parliamentil തുടങ്ങുന്നത് എപ്പോഴാണ്? Before the session. Time. Bowler to take fastest 250 test wickets. Ravichander Ashwin. Nobel Prize in Literature 2016. Bob Dylan. What's the name of the latest Android OS? No good. Brilliant. 20 points. 20 points. That was great performance. Now the last opportunity to Team A. Team A, ready? Yes. Your 30 seconds starts now. Karnam Malleshwari ഏത് ഗെയിമാണ്? Bharadwara. The state producing maximum vegetables in India. Pass. Who is the developer of Java programming? Pass. Main constituent of gobar gas. Methane.
ആട് ജീവിതം ആരെഴുതിയത്? ബെന്യാമിൻ. ജാലിയൻ വാലാബാഗ് മസാക്കർ ഏത് വൈസ്രോയുടെ കാലഘട്ടത്തിലാണ്? പാസ്. The planet which is farthest from the sun. മെർക്കുറി. Farthest from the sun. Neptune ആണ്. So 3 right answers, 15 points for team A. See, ഇതുവരെ പെർഫോം ചെയ്തതിൽ ഈ റൗണ്ടിൽ ഏറ്റവും മോശമായി പെർഫോം ചെയ്തത് ടീം ബി ആണ്. So it happens. It happens. Now we are coming to the final scores. Team A, Bethsaida Public School scores 10 points. നിങ്ങളുടെ -5 കൂടെ വെച്ച്. Team B, ക്രൈസ്തവ മഹിളാലയം, a whooping 50 points. 50 points. Team C, Devamada CMI, the brilliant performance in the last round, they have 35 points. Team D, IES Chitlappalli, 15 pointer, 15 points. So the teams that are going to the final round, Team B and Team C, Kraistava Mahilalayam and Devamada CMI. Congratulations. നമ്മൾ നമ്മുടെ പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻ സെറമണിയിലേക്ക് പോവുകയാണ്. അതിന് നമ്മളോടൊപ്പം കേരളത്തിലെ 2 വിദ്യാഭ്യാസ വിചക്ഷണരുണ്ട്. മിസ്റ്റർ AP സോമൻ, പ്രസിഡന്റ് വടകര സഹോദയ. Can I please request Soman sir to please come on to the stage. Mr. K. Matthew, അനന്തപുരി സഹോദയയുടെ പ്രസിഡന്റ് ആണ്. ഈ 2 എഡ്യൂക്കേഷണലിസ്റ്റുകളെയും ഞങ്ങൾ വേദിയിലേക്ക് വളരെ ആദരവോടുകൂടി ആനയിക്കുന്നു. അതോടൊപ്പം can we have the teams who have won the prize? Sir, please. Kraistava Mahilalayam Public School, can we please have you on the stage? Devamada CMI Public School, and the third prize to IES Public School, Chittilappalli, Thrissur. ബാക്കി ഒരു കോമ്പറ്റീഷനും ഇല്ലാത്ത ഒരു പ്രത്യേകത ക്വിസിനുണ്ട്. ക്വിസ് മത്സരങ്ങളുടെ പ്രത്യേകത, there are 2 things. Either you win or you learn. There is nothing called losing in a quiz competition. നമ്മൾ പാട്ട് മത്സരത്തിൽ പോയാൽ അല്ലെങ്കിൽ നമ്മൾ ഡാൻസിന് പോവുകയാണെങ്കിൽ നമ്മളുടെ പ്രകടനം മെച്ചമല്ലെങ്കിൽ നമുക്ക് പ്രൈസ് നഷ്ടപ്പെടുന്നു, മറ്റൊരാൾ ജയിക്കുന്നു, നമുക്ക് ഒരു വേദി കിട്ടുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ക്വിസ് മത്സരങ്ങൾ അതുപോലെ മാത്രമല്ല. വേദി കിട്ടുന്നു എന്നതിനോടൊപ്പം അറിവ് ആർജിക്കാൻ, പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കാൻ, പുതിയ രീതിയിൽ ചിന്തിക്കാനൊക്കെ ക്വിസ് നമ്മളെ പ്രാപ്തരാക്കുന്നു. ആ ക്വിസ് മത്സരത്തിൽ I hope you all have learned a lot and you are all the winners. And may all the students and teachers who participate in all the quiz be with this attitude. Either you win or you learn. All the best for your future. Thank you. God bless.